നല്ല ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തതല്ലേ? നമ്മളൊക്കെ ഇതിനു വേണ്ടി എത്രമാത്രമാണ് പരിശ്രമിക്കുന്നത്. പക്ഷേ ഈ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞാലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പലരുടെയും അനുഭവം. അങ്ങനെ നമ്മൾ വീണ്ടും അതേ ചോദ്യത്തിലെത്തും. ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യരുത് എന്നാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. കാരണം നമ്മളെല്ലാവരും സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നിർത്തിയാലല്ലാതെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കുക എന്നുള്ളൊരാഗ്രഹം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. എന്താണ് ആ കാര്യം എന്നല്ലേ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമ്പോൾ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന, അതായത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഞാനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്തെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ ഒരു കാരണവശാലും മലയാളത്തിൽ ചിന്തിച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാവാൻ 1-2 എക്സാമ്പിൾസ് പറയാം. അപ്പോൾ നമ്മളിന്ന് ഓഫീസിൽ ലേറ്റായിട്ട് എത്തിയെന്ന് വിചാരിക്കൂ. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, വൈ ആർ യു ലേറ്റ്? എന്താ വൈകിയെന്നാണ് കേട്ടോ ചോദ്യം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം മലയാളത്തിൽ ചിന്തിച്ചു കഴിഞ്ഞു മനസ്സിൽ. ഇന്ന് അലാം അടിച്ചില്ല, അതുകൊണ്ട് എണീക്കാൻ വൈകി, അതുകൊണ്ടാണ് ഓഫീസിലെത്താനും വൈകിയത്. അപ്പോൾ മലയാളത്തിൽ ചിന്തിച്ച ഈ കാര്യം ഇനി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അപ്പോൾ അലാം അടിച്ചില്ല എന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. ഈ അടിച്ചില്ല എന്ന് പറയാൻ എന്താണ് പറയേണ്ടതെന്നൊരു പക്ഷേ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അത് ഇംഗ്ലീഷിലേക്ക് പറയാനൊരു താമസം, ഒരു ഡിലേ വന്നേക്കാം. അപ്പോൾ നമുക്കറിയാം ഈ ഉത്തരം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ ഉത്തരം പറയാൻ താമസിക്കുന്നത്, ലേറ്റ് ആവുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ ഒന്നുകൂടെ ബാധിക്കുകയാണ്. ഈ പറയേണ്ടതായ വാക്ക് കിട്ടാൻ ഒന്നുകൂടെ ഒരു ഡിലേ അവിടെ വരികയേ ചെയ്യുള്ളൂ. ഇതാണ് ഒരു പ്രശ്നം. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, അടുത്ത ബസ് എപ്പോൾ വരും? വാട്ട് ടൈം ഇസ് ദ നെക്സ്റ്റ് ബസ്? അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ബസ് എപ്പോഴെന്ന് അറിയില്ല, സമയം കൃത്യം പറയാൻ അറിയില്ല. പക്ഷെ നമുക്ക് പറയേണ്ടത് ഇതാണ്, അടുത്ത ബസ് ഇപ്പോൾ തന്നെ വരും. അപ്പോൾ ഇത് നമ്മൾ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷന് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പറയുന്നത് ദ നെക്സ്റ്റ് ബസ് വിൽ കം നൗ എന്നായിരിക്കും. ഒരു പക്ഷേ വളരെ സ്വാഭാവികമായി നാച്ചുറലായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾ അവിടെ പറയുക ഇറ്റ് വിൽ ബി ഹിയർ സൂൺ എന്നായിരിക്കും. അതായത് അടുത്ത ബസ് ഇപ്പോൾ വരുന്നു, ഇറ്റ് വിൽ ബി ഹിയർ സൂൺ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കൂ. ആദ്യത്തെ കേസിൽ നമ്മൾ ഉത്തരം പറയാൻ ഡിലേ, താമസം വരികയാണ്. അടുത്ത കേസിൽ നമ്മൾ പറയുന്നത് ഒരു വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ആവുന്നു. ഒട്ടും നാച്ചുറലായിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കില്ല നമ്മളങ്ങനെ സംസാരിക്കുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമ്പോൾ ഒരിക്കലും നമ്മുടെ മാതൃഭാഷയിൽ ചിന്തിച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുതെന്ന്. കാരണം ഇങ്ങനെ ചിന്തിച്ച് തർജ്ജമ ചെയ്തൊക്കെ വരുമ്പോൾ ഒരു ബ്രേക്ക് വരും. അത് കേൾക്കുന്നവർക്ക് ഒരു തപ്പിത്തടയലായിട്ട് അനുഭവപ്പെടും. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ഈ തർജ്ജമ ചെയ്ത് പറയുന്നതോ ഒട്ടും സ്വാഭാവികമല്ലാത്ത ഇംഗ്ലീഷുമായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിലുള്ള നമ്മുടെ സംസാരം ഫ്ലുവൻ്റ് ആവണമെങ്കിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മലയാളത്തിൽ ചിന്തിക്കരുത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇംഗ്ലീഷിൽ ചിന്തിക്കണം. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം അതത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലല്ലോ എന്ന്. പക്ഷേ വിചാരിക്കുന്നത്ര എളുപ്പമല്ല ഇത്. അതേസമയം മനസ്സ് വെച്ചാൽ ഇത് സാധ്യമാകാവുന്നതേ ഉള്ളൂ താനും. അപ്പോൾ ഒരു കാര്യം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ചിന്തകളെന്ന് പറയുന്നത് മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ്. നമ്മൾ നമ്മളോട് തന്നെ വളരെ സൈലൻ്റായിട്ട്, നിശബ്ദമായിട്ട് സംസാരിക്കുന്നതിനെയാണ് ഈ ചിന്തകളെന്ന് പറയുന്നത്. അത് സ്വാഭാവികമായും നമ്മുടെ മാതൃഭാഷയിലായിരിക്കും ഈ ചിന്തകൾ വരുന്നത്. അപ്പോൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല, അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമല്ല. പകരം സാധിക്കുന്നത്ര ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഏറ്റവും സിമ്പിളും അതേസമയം വളരെ ഹെൽപ്ഫുൾ ആയതുമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ വീട്ടിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന തരം വസ്തുക്കളുണ്ടല്ലോ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന തരം സാധനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷിലുള്ള പേരുകൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. എങ്ങനെയായാലും വേണ്ടില്ല, അത് ഹൃദയസ്ഥമാക്കുക, അതായത് ബൈഹാർട്ട് ചെയ്യുക ഈ വാക്കുകൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ പദസമ്പത്ത് വർദ്ധിക്കുകയാണ്. കാരണം ചിലപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പറയേണ്ടി വരുമ്പോൾ ഈ വാക്കായിരിക്കും കിട്ടാതെ വരുന്നത്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു പ്രാക്ടീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു ദിവസം മാത്രം ചെയ്യേണ്ട കാര്യമല്ല. എല്ലാ ദിവസവും കുറച്ച് സമയം ഇതിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കേണ്ടതാണ്.
അപ്പോൾ നിരന്തരമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. പിന്നൊന്ന്, ചിലപ്പോൾ വാക്കുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഡിക്ഷണറി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യമൊക്കെ വളരെ ബേസിക് ലെവലിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് മലയാളം ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി ഹെൽപ്ഫുൾ ആയേക്കാം. പക്ഷേ ആ ഒരു ലെവൽ കഴിഞ്ഞാൽ ഈ മലയാളം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഉപേക്ഷിക്കുക. ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് ഡിക്ഷണറി തന്നെ ഉപയോഗിക്കുക. ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ ഡിക്ഷണറീസിൽ ഓരോ വാക്കിൻ്റെയും മീനിങ് കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. അതായത് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് സിമ്പിളായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം, ഈ മലയാളം പിന്നെയും ഇതിലേക്ക് കടന്നു വരാനുള്ളൊരു പ്രവണത നമ്മൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങുക. അപ്പോൾ എന്താണ് ചിന്തിക്കുക എന്നൊരു സംശയം നമുക്ക് തോന്നിയേക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വേണമെന്ന് വെച്ച് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ മനഃപൂർവ്വം ചിന്തിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇത് ചെയ്യാം. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ആരെങ്കിലും കാറ് വളരെ വേഗത്തിൽ ഓടിച്ചു പോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് പറയാം ഹീ ഈസ് ഡ്രൈവിംഗ് ഫാസ്റ്റ്. അപ്പോൾ അവിടെ നമ്മളോട് തന്നെയാണിത് ചിന്തിക്കുന്നത്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള തോട്ട്സ് ആണല്ലോ ഇതെല്ലാം. അപ്പോൾ അവിടെ ആരെയും നമുക്ക് ബോധിപ്പിക്കേണ്ടതില്ല, ഗ്രാമർ തെറ്റുമോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കഴിയുന്നത്ര മലയാളം മാറ്റി നിർത്തിയിട്ട് ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ നമ്മുടെ ടാസ്ക്. അല്ലെങ്കിൽ നമുക്ക് സ്വയം നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കാം. നമ്മൾ വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുന്ന വഴി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ഞാൻ വളരെ ക്ഷീണിതയാണ്, അപ്പോൾ ഐ ആം ടയേർഡ്, എനിക്ക് വിശക്കുന്നുണ്ട്, ഐ ആം ഹംഗ്രി. നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന് നിൽക്കുന്നു, അവരാരോടോ ചിരിച്ച് ഫോൺ ചെയ്യുകയാണ്, അപ്പോൾ അവർ വളരെ സന്തോഷവതിയാണ്, ഷീ ഈസ് ഹാപ്പി. ആരെങ്കിലും ഒരാൾ വളരെ ദേഷ്യത്തിൽ അവിടെ സംസാരിക്കുന്നു, ഹീ ഈസ് ആംഗ്രി. അല്ലെങ്കിൽ ആരെങ്കിലും തമ്മിൽ കൂട്ടുകാരെ പോലെ സംസാരിക്കുന്നു, ദേ ആർ ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ ആർന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അവിടെ രണ്ട് വാക്കുകൾ നമുക്ക് കിട്ടി, അവർ, ദേ, കൂട്ടുകാർ, ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, അവിടെ വാക്കുകളായിട്ടല്ല നമ്മൾ ചിന്തിച്ചത്, ചെറിയ സെൻറ്റൻസസിൻ്റെ രൂപത്തിലാണ് ചിന്തകളെല്ലാം വന്നത്. അവിടെ ഗ്രാമർ തെറ്റായാലൊന്നും ഒരു പ്രശ്നമില്ല. കഴിയുന്നത്ര മലയാളം കടന്നു വരാത്ത രീതിയിൽ ഇംഗ്ലീഷിൽ മാത്രമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ ഫ്ലുവൻസി ബെറ്റർ ആക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ പോയിൻറ്റ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒഴിവാക്കാനാവില്ല. കഴിയുന്നത്ര ഇംഗ്ലീഷിനുള്ളിലായിരിക്കുക. അതായത് ഇംഗ്ലീഷിൽ ഇങ്ങനെ മുങ്ങിയിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ്. അതെങ്ങനെ സാധിക്കും? ഇപ്പോൾ നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നിരിക്കട്ടെ, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, ഇംഗ്ലീഷ് പാട്ടുകൾ ഇഷ്ടമാണോ? അത് കേൾക്കൂ. അതിനോടൊപ്പം സബ് ടൈറ്റിൽസ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള അതിൻ്റെ ലിറിക്സ് കൂടെ, അതിൻ്റെ വാക്കുകൾ, വരികൾ കൂടെ വായിക്കാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ ഇംഗ്ലീഷ് വായിക്കുക കൂടെയാണ്, അല്ലെ, ഇംഗ്ലീഷ് കേൾക്കുന്നു, അപ്പം വാക്കുകളും നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഇംഗ്ലീഷുമായിട്ടുള്ളൊരു ബന്ധം കൂടുകയാണ് നമ്മുടെ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് സീരീസോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസോ ഒക്കെ സബ് ടൈറ്റിൽസ് ഓൺ ചെയ്തുകൊണ്ട് കേൾക്കുക. അവിടെ ഒരു ഗുണമുള്ളത്, നിങ്ങൾ നേറ്റീവ് സ്പീക്കേഴ്സ്, ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ടുള്ള ആളുകൾ തന്നെ സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്, ഒപ്പം നിങ്ങളെ വാക്കുകൾ താഴെ വായിക്കുന്നുമുണ്ട്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സണാലിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ ഇംഗ്ലീഷിൽ കേൾക്കുക. ഇതെല്ലാം ഇംഗ്ലീഷുമായിട്ട് നിങ്ങൾ പല രീതിയിൽ ബന്ധപ്പെട്ടിരിക്കാൻ നിങ്ങളെ സഹായിക്കും. നമ്മളീ പറയുന്ന കാര്യങ്ങളെല്ലാം ഏത് ഭാഷ പഠിക്കേണ്ടി വരുമ്പോഴും ബാധകമാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഞ്ചാണോ പഠിക്കേണ്ടത്? കഴിയുന്നത്ര ഫ്രഞ്ചുമായി കണക്റ്റഡ് ആയിട്ടിരിക്കുക, കഴിയുന്നത്ര ഫ്രഞ്ചിൽ തന്നെ ചിന്തിക്കുക, അതേ മാർഗ്ഗമുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഹിന്ദി പഠിച്ചതെന്ന് ഞാൻ പറയാം. ഞാൻ അത്യാവശ്യം ഹിന്ദി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ 10th വരെ ഹിന്ദി പഠിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഞാൻ ഹിന്ദി സംസാരിക്കാൻ പഠിച്ചത്. ഞാൻ അന്നത്തെ കാലത്ത് ഈ ദൂരദർശനിൽ വരുമായിരുന്ന ഹിന്ദി സീരിയൽസ് നമ്മൾ വീട്ടിലെല്ലാവരും കാണുമല്ലോ, അത് കണ്ടാണ് ഹിന്ദി എനിക്ക് ഒരുവിധം ഫ്ലുവൻ്റായി സംസാരിക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണോ, ഇംഗ്ലീഷിൽ ഫ്ലുവൻസി വേണോ, കഴിയുന്നത്ര ഇംഗ്ലീഷുമായി കണക്റ്റഡ് ആയിട്ടിരിക്കുക, ഇംഗ്ലീഷ് വായിക്കുക, ഇംഗ്ലീഷ് കേൾക്കുക, ഇംഗ്ലീഷ് കാണുക. അതാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഇനി നാലാമത്തെ പോയിൻറ്റ്, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? കഴിയുന്നത്ര ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ പഠിച്ചെടുക്കണം, വൊക്കാബുലറി പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇംഗ്ലീഷിലുള്ള ഫ്രേസസ് അല്ലെങ്കിൽ ചങ്ക്സ് പഠിച്ചെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ഒരു കൂട്ടം, അതാണ് ഈ ഫ്രേസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ ഓരോ സന്ദർഭത്തിൽ നമുക്ക് ഈ ഫ്രേസസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുകയാണെന്നിരിക്കട്ടെ, അവിടെ സ്ഥിരമായിട്ട് പറയേണ്ടി വരുന്ന തരം ചില ഫ്രേസസ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ
അത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ഫ്രേസസ് പഠിച്ചു വയ്ക്കാൻ പറ്റില്ല. പക്ഷെ പതിവായിട്ട് ആവശ്യം വരുന്ന ചില സന്ദർഭത്തിന് പറ്റുന്ന തരം ഫ്രേസസ് പഠിച്ചു വയ്ക്കുന്നത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തുവരെയൊക്കെ ചെയ്തു എന്നുള്ളത് ആലോചിക്കണം. ഇംഗ്ലീഷിൽ സ്ഥിരമായിട്ട് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നു, ഇംഗ്ലീഷിൽ വാക്കുകൾ പഠിക്കുന്നു, ഫ്രേസസ് പഠിക്കുന്നു, കഴിയുന്നത്ര ഇംഗ്ലീഷുമായി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാവുന്നത് നമ്മളോട് തന്നെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ റൂമിലെ പ്രൈവസിയിൽ നമ്മളോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നത് നമ്മൾ ഉറക്കെയാണ് സംസാരിക്കുന്നത്, നമ്മുടെ വാക്കുകൾ നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംസാരിക്കാൻ പറ്റുക? ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ നാളെ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാം. അപ്പോൾ വീട്ടിലാരുമില്ല, നമ്മൾ റൂം ക്ലീൻ ചെയ്യാണെന്നിരിക്കട്ടെ, ആ ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് അന്നുണ്ടായ സംഭവങ്ങളെ പറ്റി വെറുതെ വീണ്ടും നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ പറ്റി നമുക്ക് സംസാരിക്കാം, അവരുടെ പ്രത്യേകതകളെ പറ്റി സംസാരിക്കാം. ഇതെല്ലാം നമ്മുടെ ഇംഗ്ലീഷിലുള്ള ആ ഒരു ഹോൾഡ് ബെറ്റർ ആക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ തന്നെ കേൾക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു സങ്കോചം, ഒരു ഇൻഹിബിഷൻ തോന്നിയേക്കാം. അതിനെന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് മാറാൻ ഇത് സഹായിക്കും. ഇത് കൂടാതെ നിങ്ങൾ ഡയറി എഴുതുന്ന ഒരു ശീലമുള്ള ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതൂ. നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതി വയ്ക്കുന്ന ഒരാളാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ എഴുതൂ. വാട്സാപ്പിൽ നിങ്ങളുടെ മെസ്സേജസ് കഴിയുന്നത്ര ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നമുക്കത് എല്ലാവരോടും ചെയ്യാൻ പറ്റണമെന്നില്ല. ഇംഗ്ലീഷ് മനസ്സിലാവുന്ന ഒരു ഫ്രണ്ടിനോട് എന്തെങ്കിലും ഒരു മെസ്സേജ് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കൂ. അങ്ങനെ കഴിയുന്നത്ര ബോധപൂർവം ഇംഗ്ലീഷുമായി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്നതെല്ലാം കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും കേരളത്തിന് വെളിയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ വെളിയിലുള്ളവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രയോഗിക്കാൻ നിങ്ങൾക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാതിരിക്കില്ലല്ലോ. നിങ്ങൾ ഫോഴ്സ്ഡ് ആണ് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ. പക്ഷേ അതിന് സാധ്യതയില്ലാത്ത ആളുകൾക്ക് പോലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങളുടെ ഫ്ലുവൻസിയെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഒന്നും മറക്കരുത്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ദിവസമോ ഒരാഴ്ചയോ ചെയ്യേണ്ടതല്ല. ഒരാഴ്ച കൊണ്ട് ഒരത്ഭുതവും സംഭവിക്കാൻ പോകുന്നുമില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട്, നിർത്താതെ, നിരന്തരമായിട്ട് ഈ ശ്രമം തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മനസ്സിൽ വയ്ക്കൂ. ഇതിന്ന് തന്നെ ഇതിനുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുത്തു തുടങ്ങൂ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ ഫ്ലുവൻസിയിൽ എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത്. പിന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ അതെന്നെ അറിയിക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ഹെൽപ്ഫുൾ ആവുന്ന ആരെങ്കിലും നിങ്ങളുടെ സർക്കിൾസിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ബൈ.